മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പ്രതാപൻ്റെയും കരുണയുടെയും എല്ലാ സന്തോഷവും തല്ലിക്കെടുത്തിക്കൊണ്ട് മാർക്കോയും സിദ്ധയായ അമ്മയും ചേർന്ന് കുഞ്ഞിനെ മഹാലക്ഷ്മിക്കും കണ്ണനും തിരികെ കൊണ്ടുപോയി കൊടുക്കുന്ന ഒരു എപ്പിസോഡ് തന്നെയാണ് ഇന്ന് വരാൻ പോകുന്നത്. എന്തായാലും കുഞ്ഞിനെ ഒട്ടുപാല് കൊണ്ടുപോയി എന്നുള്ള സന്തോഷം പ്രതാപൻ്റെ അമ്മയോട് വന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് പ്രതാപൻ്റെ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. എന്നാലും ഒരു പേടിയുണ്ട്. ഇനിയിപ്പോൾ കുഞ്ഞുങ്ങാനും തിരികെ വരുവിടാന്ന് വയ്ക്കുമ്പം ഇല്ലമ്മേ, ഒരിക്കലും അത് സംഭവിക്കില്ല. ആ ഒട്ടുപാല ആ കുഞ്ഞിനെ എവിടെയെങ്കിലും കൊണ്ടുപോയി കളഞ്ഞോളും. ഈ പ്രാവശ്യമെങ്കിലും നമ്മളുടെ കരുണമോളുടെ മുഖത്തൊരു സന്തോഷം ഉണ്ടാവണം. എത്ര കാലമായി നമ്മളുടെ മോള് സങ്കടപ്പെട്ട് നടക്കണമെന്ന്. അങ്ങനെ ഇവർ സംസാരിച്ച് നിൽക്കുമ്പോഴാണ് നമ്മളുടെ മോഹിനി അങ്ങോട്ട് വരുന്നത്. മോഹിനിയെ കണ്ടതും ഈ പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട്, ദേടാ അവൾ വന്നു തുടങ്ങി, ദൈവങ്ങളെയൊക്കെ പ്രീതിപ്പെടുത്തിയിട്ടുള്ള വരവാന്നും പറഞ്ഞുകൊണ്ട് മോഹിനിയുടെ അടുത്തേക്ക് ചെന്നിട്ട് ഓരോരോ കുത്തുവാക്കുകൾ പറഞ്ഞ് മോഹിനിയെ അപമാനിക്കുന്നുണ്ട്. ആ സമയത്ത് മോഹിനി ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എപ്പോഴും ഇങ്ങനെ മാത്രമാണോ ചിന്തിക്കാൻ പറ്റുള്ളൂ? നിങ്ങളൊന്നും നല്ല രീതിയിൽ ഒരിക്കലും ചിന്തിക്കൂലേ? ആ സമയത്ത് പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട്, ഞങ്ങൾ ചിന്തിച്ചില്ലെങ്കിലും നീയും നിൻ്റെ മോളും നല്ലതല്ലേ ചിന്തിക്കണേ, അതുകൊണ്ടാണല്ലോ നീ എപ്പോഴും അമ്പലത്തേക്കിടെ ഇങ്ങനെ പോണേന്ന് പറഞ്ഞതും ഈ മോഹിനി പറയുന്നുണ്ട്, ഞങ്ങളങ്ങനെ നല്ലത് ചിന്തിക്കുന്നത് കൊണ്ട് തന്നെയാണ് ലക്ഷ്മി മോൾക്ക് നല്ലൊരു ജീവിതം കിട്ടിയത്. ഇപ്പോൾ ലക്ഷ്മി മോൾ സന്തോഷമായിട്ട് ഭർത്താവും കുഞ്ഞുമായിട്ട് ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെയാന്ന് പറയുമ്പം പ്രതാപൻ്റെ അമ്മയ്ക്കും ഉള്ളിൽ പരിഹാസമാണ് തോന്നണേ. പക്ഷേ പ്രതാപൻ പറയുന്നുണ്ട്, അത് നേരെ അടി, നിൻ്റെ മോൾക്ക് ഇപ്പോൾ സുഖ ജീവിതമല്ലേ, എന്തായാലും നിൻ്റെ മോളുടെ അത്രയും ഭാഗ്യവതി ആരുമില്ല. ഇപ്പോഴാണെങ്കിൽ കരുണയും അവളെ പോലെ തന്നെയായി. ഇപ്പോൾ കണ്ണനോടും മഹാലക്ഷ്മിയോടും അവൾക്ക് ചായ്വ്. അത് കേട്ടതും മോഹിനിക്ക് എന്തൊക്കെയോ സംശയങ്ങൾ തോന്നുന്നുണ്ട്. അങ്ങനെ മോഹിനി ഇവിടെ തന്നെ നോക്കി നിൽക്കുന്ന സമയത്ത് പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട്, ഈ പ്രാവശ്യം കണ്ണനും മഹാലക്ഷ്മിക്കും സന്തോഷമുള്ള ഓണം ഉണ്ടാവുള്ളൂ. ഈ പ്രാവശ്യമാണെങ്കിൽ അവനക്ക് വീൽ ചെയറിലിരുന്ന് ബുദ്ധിമുട്ടി കുഞ്ഞിനെ എടുക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ, കുഞ്ഞിനെ സുഖമായിട്ട് എടുത്തുകൊണ്ട് നടക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയുന്നുണ്ടെങ്കിലും ഈ പ്രതാപം വീണ്ടും പറയുന്നുണ്ട്, നിൻ്റെ രണ്ടാമത്തെ മോളും നന്ദിയില്ലാത്തവളാടി, അവൾക്കിപ്പോൾ ഞങ്ങളെയൊന്നും വേണ്ട, ആ കണ്ണനെയും മഹാലക്ഷ്മിയെ മതി എന്നൊക്കെ ഇങ്ങനെ പ്രതാപനും പ്രതാപൻ്റെ അമ്മയും പറയുന്ന സമയത്ത് മോഹിനിക്ക് മനസ്സിലാവുന്നുണ്ട് ഇവർ എന്തൊക്കെയോ മനഃപൂർവ്വം മറച്ചു വെച്ചുകൊണ്ട് കളിയാക്കണയാണ്. അങ്ങനെ മോഹിനി അകത്തേക്ക് കയറി പോണ വഴിക്ക് മോഹിനി ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, എന്തായിരിക്കുമോ പ്രതാപേട്ടനും അമ്മയും അങ്ങനെ പറഞ്ഞത്. കാരണം ഒരിക്കലും കണ്ണൻ്റെ മഹാലക്ഷ്മിയുടെ സൈഡാവുമൊന്നുമില്ല, അവൾക്ക് എപ്പോഴും വലുത് അവളുടെ അച്ഛനും മുത്തശ്ശിയും മാത്രം. അതിനിയിപ്പോൾ അച്ഛൻ്റെ കയ്യിൽ സ്വത്തുണ്ടെങ്കിലും ഇല്ലെങ്കിലും അവൾ അങ്ങനെ ചിന്തിക്കുള്ളൂ, അല്ലാതെ ഒരിക്കലും അവൾ ലക്ഷ്മി മോളെ സ്നേഹിക്കൂല. പിന്നെ അവരിങ്ങനെ പറഞ്ഞതിൻ്റെ അർത്ഥം എന്തായിരിക്കുമോ? അവർ ഓരോന്ന് കുത്തി പറയണ പോലെയാണല്ലോ എനിക്ക് തോന്നിയത്. ഇനിയിപ്പോൾ കണ്ണനെയും മോളെയും ഉപദ്രവിക്കാൻ വേണ്ടി ഇവരെന്തെങ്കിലും പ്ലാൻ ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ അനന്തവും മാർക്കോയും ആണെങ്കിൽ എല്ലായിടത്തും നോക്കിയിട്ടും കുഞ്ഞിനെ കാണാൻ പറ്റാതെ ആകെ ടെൻഷനായിട്ട് കാറ് നിർത്തി പുറത്തിറങ്ങി നിന്നിട്ട് അനന്തു മാർക്കോയോട് പറയുന്നുണ്ട്, ഇനി നമ്മൾ എവിടെ പോയി കുഞ്ഞിനെ അന്വേഷിക്കും മാർക്കോ? ഇനി എൻ്റെ സംശയം അവർ കുഞ്ഞിനെ എന്തെങ്കിലും ചെയ്ത് കാണുമെന്ന് പറയുമ്പം മാർക്കോ പറയുന്നുണ്ട്, സാർ അങ്ങനെയൊന്നും ചിന്തിക്കണ്ട, എന്തായാലും ഇതിൻ്റെ പിന്നിൽ ആ പ്രതാപൻ്റെ മോളും ആ വാമദേവനും ആയിരിക്കുള്ളൂ, അല്ലാതെ കണ്ണൻ സാറിൻ്റെ കുഞ്ഞിനെ ഉപദ്രവിക്കാൻ ആർക്കും കണ്ണൻ സാറിനോട് ദേഷ്യമൊന്നുമില്ലല്ലോ എന്ന് പറയുമ്പം അനന്ത് പറയുന്നുണ്ട്, അത് മാർക്കോ പറഞ്ഞത് നേരാ, അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ ആ പ്രതാപം വിവരം അവന് പിന്നെ ഞാൻ വെറുതെ വിടണ പ്രശ്നം എന്ന് പറയുമ്പോൾ മാർക്കോ പറയുന്നുണ്ട്, അവൻ്റെ കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം ആനന്ദ് സാറേ, എന്തായാലും ആദ്യം തന്നെ നമുക്ക് മോളെ കണ്ടുപിടിക്കാൻ നോക്കണം. ആനന്ദ് സാർ ഒരു കാര്യം ചെയ്യുക, ഇവിടെ നിൽക്ക്, ഞാനൊന്ന് അമ്പലം വരെ പോയിട്ട് വരാം. ആ സമയത്ത് അനന്ത് പറയുന്നുണ്ട്, ഞാനും കൂടി വരാടാ അമ്പലത്തിലേക്കെന്ന്. അങ്ങനെ രണ്ടുപേരും കൂടിയും കാറി കയറി അമ്പലത്തിലോട്ട് പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ലേഹയാണെങ്കിൽ കരച്ചിലാണ്. ആ സമയം അടുത്ത് നിൽക്കുന്ന ജാനമ്മയ്ക്കാണെങ്കിൽ ലേഹയുടെ കരച്ചിൽ കണ്ടിട്ട് സഹിക്കാൻ പറ്റാണ്ട് ജാനമ്മ അവിടെ ഇരുന്ന് കരയുന്നുണ്ട്. എന്നിട്ട് മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഭഗവാനെ എന്തിനാ എന്നെ ഇങ്ങനെ പരീക്ഷിക്കണം, ആ മോൻ്റെയും മോളുടെയും സങ്കടം ഞാനിനി കാണണമല്ലോ ഭഗവാനെ. ഇപ്പോൾ തന്നെ പോറ്റമ്മയുടെ സങ്കടം ഇത്രയാണെങ്കിൽ പെറ്റമ്മയുടെ സങ്കടം എത്രയാവും? ദേവരാജനെ പാമ്പ് കടിച്ച നേരം കൊണ്ട് എന്നെ പാമ്പ് കടിച്ചായിരുന്നെങ്കിൽ ഞാനിപ്പോൾ ഈ വിഷമമൊന്നും അനുഭവിക്കേണ്ട വരൂലായിരുന്നല്ലോ ഭഗവാന്. എന്നാലും ആ പ്രതാപൻ എത്ര ദുഷ്ടനാ, ഒരു ചോര കുഞ്ഞിനെ അല്ലേ കൊല്ലാൻ ശ്രമിക്കണം. എന്തായാലും ആ കുഞ്ഞിനെ കാത്തോളണ ഭഗവാനെ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്. അന്നേരം ലേഖയാണെ പറയുന്നുണ്ട്, നിങ്ങൾ ഒറ്റ ഒരുത്തി കാരണം എനിക്ക് എൻ്റെ മോളെ നഷ്ടമായത്, ഇനി മഹിയും കണ്ണേട്ടനും വരുമ്പോൾ ഞാൻ എന്തു പറയും? അവരെന്നെ വിശ്വസിച്ച് ഏൽപ്പിച്ചു പോയതല്ലേ കുഞ്ഞിനെ, ഞാൻ നിങ്ങളോട് പ്രത്യേകം പറഞ്ഞതല്ലേ കുഞ്ഞിൻ്റെ അടുത്തുനിന്ന് എങ്ങോട്ടും പോകരുതെന്ന്, എന്നിട്ട് എന്തിനാണ് നിങ്ങൾ മാറിപ്പോയെന്നും ചോദിച്ച് ഈ ജാനമ്മ ലേഖ ഒരുപാട് വഴുക്ക് പറയുന്നുണ്ട്. അന്നേരം ജാനമ്മ പറയുന്നുണ്ട്, മോള് എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞോ, എൻ്റെ കയ്യിലെ തെറ്റുകൊണ്ട് തന്നെ ആ കുഞ്ഞിനെ കാണാതായത്. ഇങ്ങനെ സംസാരിച്ച് നിൽക്കുന്ന സമയത്താണ് നമ്മളുടെ ലേഖയുടെ ഫോണിലേക്ക് മഹാലക്ഷ്മിയുടെ കോള് വരുന്നത്. ഫോൺ എടുത്ത് നോക്കിയിട്ട് ലേഖ പറയുന്നുണ്ട്, മഹിയെ വിളിക്കണം. ഞാൻ ഫോൺ എടുത്തിട്ട് മഹിയോട് എന്ത് പറയും നിങ്ങൾ പറയാമെന്ന് പറയുമ്പം ജാനമ്മയാണെങ്കിൽ എന്ത് പറയണമെന്ന് അറിയാതെ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ കോള് കട്ടായിട്ടും ലേഖ ഫോൺ എടുക്കാതെ ആകുമ്പോൾ മഹാലക്ഷ്മിക്കാണെങ്കിൽ ആകെ ടെൻഷൻ ആവുന്നുണ്ട്. മഹാലക്ഷ്മി വേഗം കണ്ണൻ്റെ ക്യാബിനിൽ ചെന്നിട്ട് കണ്ണൻ
എന്നോട് പറയുന്നുണ്ട്, കണ്ണേട്ടാ മനസ്സിന് എന്തോ ഒരു അസ്വസ്ഥത പോലെ, ഞാൻ ലേഖയെ വിളിച്ചിരുന്നു, പക്ഷേ ലേഖ ഫോൺ എടുക്കണില്ല, എന്ത് പറ്റിയെന്ന് അറിയില്ല എന്ന് പറയുമ്പം കണ്ണൻ പറയുന്നുണ്ട്, അവൾ വല്ല തിരക്കിലായതുകൊണ്ടായിരിക്കും എടുക്കാത്ത, താൻ ഒന്നും കൂടി വിളിച്ചു പോകുമെന്ന് പറയുമ്പോൾ മഹാലക്ഷ്മി വീണ്ടും വിളിക്കുന്നുണ്ട്. അപ്പോഴും ലേഖ ഫോൺ എടുക്കണില്ല. അന്നേരം മഹാലക്ഷ്മി പറയുന്നുണ്ട്, എന്തോ ഒരു പ്രശ്നമുണ്ട് കണ്ണേട്ടാ, ഇല്ലെങ്കിൽ ലേഖ ഫോൺ എടുക്കാതെ ഇരിക്കൂല, എപ്പോഴും കുഞ്ഞിൻ്റെ അടുത്ത് ഫോണുമായിട്ട് ഉണ്ടാവുമെന്ന്. എന്നാൽ താനൊരു കാര്യം ചെയ്യുക, ഞാനൊന്ന് അനന്തുവിനെ വിളിച്ച് നോക്കാം. അങ്ങനെ കണ്ണൻ ഫോൺ എടുത്ത് അനന്തുവിനെ വിളിക്കുന്നുണ്ട്. ഇതേസമയം അനന്തുവും മാർക്കോയും കൂടി അമ്പലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ കണ്ണൻ്റെ കോള് വരുന്നത്. ഫോൺ എടുത്ത് നോക്കിയിട്ട് അനന്ത് പറയുന്നുണ്ട്, കണ്ണനെ വിളിക്കണേന്ന്. അന്നേരം മാർക്കോ പറയുന്നുണ്ട്, എന്തായാലും കുഞ്ഞിനെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയിട്ട് ഫോൺ എടുത്താൽ മതി സാറേ, അതുവരെയും സാറ് ഫോൺ എടുക്കണ്ടെന്ന്. അങ്ങനെ ഇവർ രണ്ടുപേരും അമ്പലത്തിലേക്ക് പോകാണ്. മാർക്കോ അമ്പലത്തിൽ ചെന്നതും നടയിലെത്തി പ്രാർത്ഥിക്കുന്ന സമയത്ത് ആ സിദ്ധയായ അമ്മ അങ്ങോട്ട് വരുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ഒട്ടുവാലാണെങ്കിൽ കുഞ്ഞിനെയും കൂടി ഇങ്ങനെ കാറി പോയിക്കൊണ്ടിരിക്കുകയാണ്. കുഞ്ഞാണെങ്കിൽ ഒട്ടുവാലിൻ്റെ മടിയിൽ ചിരിച്ചുകൊണ്ട് തന്നെയാണ് ഇരിക്കണത്, അത് കരയണമൊന്നുമില്ല. ആ സമയത്ത് ഒട്ടുവാൽ വിചാരിക്കുന്നുണ്ട്, ഈ കുഞ്ഞെന്താ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കണേ, സാധാരണ കുഞ്ഞുങ്ങൾ ആൾ മാറി എടുത്താൽ കരയൂലോ, ഇതിന് കരച്ചിലൊന്നും ഇല്ലല്ലോ എന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ കരുണയാണെങ്കിൽ ഉണ്ണിയുടെ അടുത്തേക്ക് ഭയങ്കര സന്തോഷത്തോടു കൂടി ചെല്ലുന്നുണ്ട്. അന്നേരം ഉണ്ണി ചോദിക്കുന്നുണ്ട്, എന്താ കരുണ ഇന്ന് നീ ഭയങ്കര സന്തോഷത്തിലാണല്ലോ എന്ന് പറയുമ്പം, പിന്നെ സന്തോഷിക്കാനുള്ള കാര്യങ്ങൾ നടന്നാൽ സന്തോഷിക്കണ്ടേ എന്ന് ചോദിച്ചതും, എന്താ ഇതിന് മാത്രം സന്തോഷമുള്ള കാര്യം നടന്നതെന്ന് ഉണ്ണി ചോദിക്കുമ്പം കരുണ പറയുന്നുണ്ട്, അത് വേറൊന്നുമല്ല, ഓണായിട്ട് ആ കണ്ണനും മഹാലക്ഷ്മിയും കരയണത് നമുക്ക് കാണാൻ പറ്റുന്നു. അന്നേരം ഉണ്ണി ചോദിക്കുന്നുണ്ട്, നീ എന്തൊക്കെ പിച്ചും പേയോ പറയണേന്ന് ചോദിച്ചതും, അത് വേറൊന്നുമല്ല, എൻ്റെ അച്ഛൻ വാക്ക് പാലിച്ചു. ആ സമയത്ത് ഉണ്ണി ഒന്നും മനസ്സിലാവാത്ത പോലെ ഇങ്ങനെ കരുണേനെ നോക്കുമ്പം കരുണ പറയുന്നുണ്ട്, ഉണ്ണിയേട്ടനെ എന്നെ ഇങ്ങനെ നോക്കുമൊന്നും വേണ്ട, ആ കണ്ണൻ്റെയും മഹാലക്ഷ്മിയുടെയും കുഞ്ഞില്ലേ അതിനി അവരുടെ കൂടെ ഉണ്ടാവില്ല, അതിനെ അച്ഛനായിട്ട് എടുത്തുകൊണ്ട് കളഞ്ഞു എന്ന്. അത് കേട്ടതും ഉണ്ണിയാണെങ്കിൽ ഇങ്ങനെ ആകെ ഷോക്കായി പോകുന്നുണ്ട്. എന്തൊക്കെയാണ് കരുണ നീ പറയണേ, ആ കുഞ്ഞിനെ കൊണ്ടുവന്ന് കളഞ്ഞു എന്നോ, എവിടെ കളഞ്ഞു എന്നാണ് പറയണേന്ന് ചോദിക്കുമ്പോൾ, അതൊന്നും എനിക്കറിയില്ല, എന്തായാലും കുഞ്ഞിനെ അവിടെ നിന്ന് എടുത്ത് കൊണ്ടുപോയിട്ടുണ്ട്, എത്രയും പെട്ടെന്ന് അതിനെ കൊന്നു കളയുമെന്ന് അച്ഛൻ പറഞ്ഞിരുന്നു. സമയത്ത് ഉണ്ണി ചോദിക്കുന്നുണ്ട്, ഇതും നിനക്ക് തന്നെ തിരിച്ചടിയായിട്ട് വരുമോ കരുണേന്ന് ചോദിക്കുമ്പോൾ, അതിന് ഇത് പ്ലാൻ ചെയ്തത് ഉണ്ണിയേട്ടനല്ലല്ലോ, എൻ്റെ അച്ഛനല്ലേ, എൻ്റെ സന്തോഷത്തിന് വേണ്ടി എൻ്റെ അച്ഛനും മുത്തശ്ശിയും എന്ത് വേണമെങ്കിലും ചെയ്യും, അതിനു വേണ്ടി തന്നെയാണ് ആ ലക്ഷ്മിയുടെ കുഞ്ഞിനെ എടുത്തുകൊണ്ടേ കളഞ്ഞേക്കണേ, ഇനി ലക്ഷ്മിക്കും കണ്ണനും സന്തോഷമായിട്ടൊരു ജീവിതം ഉണ്ടാവില്ല, എനിക്കത് കണ്ടാൽ മതിയെന്ന്. അത് കേട്ടതും ഈ ഉണ്ണിയാണെങ്കിൽ ഇങ്ങനെ കരുണയെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ദുർഗേനെയും മഞ്ജുവിനെയാണ്. മഞ്ജു ആണെങ്കിൽ ദുർഗയോട് പറയുന്നുണ്ട്, അമ്മേ കുഞ്ഞിനെക്കുറിച്ച് ഇതുവരെയും ഒരു വിവരവും കിട്ടിയിട്ടില്ല, ലേഹേച്ചിയുടെ ഫോണിലേക്കും അനന്തവേട്ടൻ്റെ ഫോണിലേക്കും കണ്ണേട്ടനും ഏടത്തിയും മാറി മാറി വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, കുഞ്ഞിൻ്റെ കാര്യം അറിയില്ലാത്തതുകൊണ്ട് അവരാരും ഫോൺ എടുത്തിട്ടില്ല. അന്നേരം ദുർഗ ചോദിക്കുന്നുണ്ട്, നമുക്കിനി എത്ര നേരം ഈ സത്യം മറച്ചു വയ്ക്കാൻ പറ്റും മോളെ, എന്തായാലും കണ്ണനും മഹാലക്ഷ്മിയും വരുമ്പോൾ സത്യങ്ങളൊക്കെ അറിയില്ല എന്ന് ചോദിച്ചതും മഞ്ജു പറയുന്നുണ്ട്, സാഹറേട്ടനും മാർക്കോയും അനന്തേട്ടനും പോയിട്ടുണ്ടല്ലോ, കണ്ണേട്ടനും ഏടത്തിയും വരുന്നതിന് മുമ്പ് കുഞ്ഞിനെ കണ്ടുപിടിക്കാൻ പറ്റുമായിരിക്കും. അന്നേരം ദുർഗ പറയുന്നുണ്ട്, എൻ്റെ ബലമായ സംശയം ഇതിൻ്റെ പിന്നിൽ ആ പ്രതാപനും വാമദേവനും ആണോന്നാന്ന് പറയുമ്പോൾ മഞ്ജു പറയുന്നുണ്ട്, ആ കാര്യത്തിൽ ഒരു സംശയമില്ല, എന്തായാലും അവർ ജയിലിൽ പോകുന്ന അവർക്കറിയാം, അപ്പോൾ പിന്നെ ഈ ഒരു കുറ്റവും കൂടി ചെയ്തിട്ട് ജയിലിൽ പോയാലും കുഴപ്പമില്ല എന്ന് വിചാരിച്ചിട്ടുണ്ടാവും. അതുമാത്രമല്ല കണ്ണേട്ടനെ ഏടത്തിയും ദ്രോഹിക്കാൻ ഏതറ്റം വരെ പോകാൻ അവർ തയ്യാറാവും എന്ന് പറയുമ്പോൾ ദുർഗ പറയുന്നുണ്ട്, എന്നാലും ഒരു പിഞ്ചു കുഞ്ഞിനോട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ അവർക്ക് എങ്ങനെ തോന്നണമെന്ന് പറയുമ്പം അമ്മയ്ക്ക് അതറിയില്ലേ, അമ്മയുടെ ആങ്ങളെയും ആ കരുണയുടെ അച്ഛനും അത്രയ്ക്ക് ദുഷ്ടന്മാരാ, അതുകൊണ്ട് അവർ ഒരു കുഞ്ഞു കൊച്ചിനെ പോലും വെറുതെ വിടാത്തതെന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ മാർക്കോയാണെങ്കിൽ അമ്പലത്തിൽ ചെന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്, കണ്ണൻ സാറിൻ്റെയും മഹാലക്ഷ്മിയുടെയും മോളെ എത്രയും പെട്ടെന്ന് തിരികെ തരണേ ഭഗവാനെ എന്നും പറഞ്ഞ്. ആ സമയത്ത് ആ സിദ്ധയായ അമ്മ അങ്ങോട്ട് വരുന്നുണ്ട്. അമ്മ വന്നതും എന്താ മാർക്കോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചതും മാർക്കോ ചോദിക്കുന്നുണ്ട്, അമ്മ അപ്പോൾ കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലേ? അപ്പോൾ മാർക്കോ ഞാൻ കാര്യങ്ങളൊക്കെ അറിഞ്ഞു, എന്തായാലും ഞാൻ നിന്നെ ഒന്ന് കാണണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു, നീ വന്നത് നന്നായി. അമ്മയെ കണ്ണൻ സാറിൻ്റെ കുഞ്ഞിന് എന്തെങ്കിലും ആപത്ത് പറ്റിയിട്ടുണ്ടാവുമെന്ന് ചോദിക്കുമ്പം നിലവിലെ ആപത്തൊന്നും സംഭവിച്ചിട്ടില്ല, പക്ഷേ ആ കുഞ്ഞിന് ഒരാപത്തും സംഭവിക്കില്ല, അതിനെ ഭഗവാൻ കാത്തോളും, നീ സമാധാനമായിട്ട് പോയിക്കുമെന്ന് പറയണം. അന്നേരം മാർക്കോ പറയുന്നുണ്ട്, എന്നാലും ആ കുഞ്ഞിപ്പോൾ എവിടെയാണെന്ന് എന്തെങ്കിലും അമ്മയ്ക്ക് പറയാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പം അതല്ലേ ഞാൻ പറഞ്ഞ, ആ കുഞ്ഞിന് ഒരാപത്തും കൂടാതെ അതിനെ ഭഗവാൻ കാത്തോളും, മോൻ ധൈര്യമായിട്ട് പോയിക്കോ, കണ്ണൻ മോനോടും മഹാലക്ഷ്മിയോടും സമാധാനമായിട്ട് ഇരിക്കാൻ പറയാമെന്ന്. അന്നേരം മാർക്കോ പറയുന്നുണ്ട്, അവരാരും സത്യങ്ങൾ ഇതുവരെ അറിഞ്ഞിട്ടില്ല എന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ഒട്ടുവാലാണെങ്കിൽ പോണ വഴിക്ക് പ്രതാപനെ വിളിക്കുന്നുണ്ട്. പ്രതാപൻ ഫോൺ എടുത്തതും എന്തായടാ കുഞ്ഞിനെ കൊണ്ടേ കളഞ്ഞു എന്ന് വെച്ചതും, ഞാൻ കുഞ്ഞിനെ കളയാൻ പോവാ സാറേ, കുഞ്ഞിനെ കളഞ്ഞിട്ട് ഞാൻ ഇപ്പം തന്നെ അങ്ങോട്ട് വരും, ബാക്കി പൈസ അവിടെ റെഡിയാക്കി വെച്ചേക്കണം, അത് വാങ്ങിക്കൊണ്ട് എനിക്ക് നാട് വിട്ട് പോകാനുള്ളതാണ്. ആ സമയം പ്രതാപൻ പറയുന്നുണ്ട്, എന്നാൽ നീ കുഞ്ഞിനെ കളഞ്ഞിട്ട് എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് പോരേന്ന്. പിന്നീട് പ്രതാപൻ്റെ അമ്മയോട് വന്നിട്ട് പറയുന്നുണ്ട്, അവരാ കുഞ്ഞിനെ കൊണ്ടുവന്ന് കളഞ്ഞ അമ്മേന്ന്. അത് കേട്ടതും പ്രതാപൻ്റെ അമ്മ ചോദിക്കുന്നുണ്ട്, നേരാണോടാ, ഇനി ആ കുഞ്ഞ് തിരികെ വരുമൊന്നും ഇല്ലല്ലോ എന്ന് പറയുമ്പോൾ, ഇനി അതെങ്ങനെ തിരികെ വരാനാ, നടക്കണ കുഞ്ഞൊന്നും അല്ലല്ലോ, കിടക്കണ കുഞ്ഞല്ലേ,
അതുകൊണ്ട് ഇനി അത് തിരികെ വരുമൊന്നുമില്ല. ഈ ഓണം നമ്മളുടെ മോൾക്ക് സന്തോഷിക്കാനുള്ളതാ. ഇത്രയും നാളും ആ കണ്ണനും മഹാലക്ഷ്മി അല്ലേ സന്തോഷിച്ചത്, ഇനി അവർ കുറച്ച് നാൾ കരയട്ടെ, നമ്മളുടെ മോള് സന്തോഷിക്കട്ടെ എന്ന്. അത് കേട്ടതും ഈ പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട്, ഇപ്പോഴാണ് എനിക്കൊരു സമാധാനമായത്. എത്ര നാളായി നമ്മളുടെ കുഞ്ഞിൻ്റെ കണ്ണീര് നമ്മൾ കാണാൻ തുടങ്ങിയിട്ട്, ഇന്നെങ്കിലും നമ്മളുടെ കുഞ്ഞിൻ്റെ മുഖത്തൊരു ചിരി ഉണ്ടാവുമല്ലോ എന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ഒട്ടുവാലാണെങ്കിൽ കുഞ്ഞുമായിട്ട് ഇങ്ങനെ കാറിൽ പോകാണ്. കുറച്ച് ചെന്നതും വിജനമായ ഒരു പ്രദേശം കാണുമ്പോൾ ഒട്ടുവാല് ഡ്രൈവറോട് പറയുന്നുണ്ട്, എടാ കാർ ഇവിടെ നിർത്ത്, ഇതെന്തിനാ ഇവിടെ കാറ് നിർത്തുന്നത്, ഇവിടെ കാട് പിടിച്ച മേഖലയല്ലേ എന്ന് വെച്ചതും ഇതുപോലുള്ളൊരു സ്ഥലത്താണ് നമുക്ക് ഈ കുഞ്ഞിനെ ഉപേക്ഷിക്കേണ്ടതെന്ന്. അന്നേരം ഡ്രൈവർ ചോദിക്കുന്നുണ്ട്, ഈ കുഞ്ഞിനെ ഈ കാട്ടിൽ ഉപേക്ഷിക്കാനാണോ എന്ന് വെച്ചതും, അതെന്താടാ നിനക്ക് ഈ കുഞ്ഞിനെ കണ്ടിട്ട് എന്തെങ്കിലും തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പം, അതല്ല നല്ലൊരു കുഞ്ഞായിരുന്നല്ലോ, ഇതിനെന്തിനാ കാട്ടിൽ ഉപേക്ഷിക്കണേന്ന് ചോദിച്ചതും, നീ ഇപ്പം അതൊന്നും അന്വേഷിക്കണ്ട, എന്തായാലും എന്നോട് പറഞ്ഞ് ഏൽപ്പിച്ചേക്കണ ആള് ഈ കുഞ്ഞിനെ എവിടെയെങ്കിലും കൊണ്ട് കളയാനാ പറഞ്ഞേക്കണം. ഞാൻ നോക്കിയപ്പം ഇതാ പറ്റിയ സ്ഥലം, അതുകൊണ്ട് നമുക്ക് ഈ കുഞ്ഞിനെ ഇവിടെ കളഞ്ഞിട്ട് പോകാമെന്നും പറഞ്ഞ് ഈ കാറ് നിർത്തിയിട്ട് ഒട്ടുവാലാണെങ്കിൽ ചുറ്റിനും ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കി കുഞ്ഞുമായിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. അങ്ങനെ കുഞ്ഞിനെയും കൊണ്ട് ഒട്ടുവാല് നടന്നു പോണ സമയത്ത് അവിടെ നിന്ന് നമ്മളുടെ സിദ്ധയായ അമ്മ ഇതെല്ലാം കാണുന്നുണ്ട്. എന്നിട്ട് മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, എടാ ഒരു കൊച്ചിനോട് പോലും മനസ്സലിവില്ലാത്ത നിന്നെ ഒന്നും ഞാൻ വെറുതെ വിടാൻ പോണില്ലടാ, എന്തായാലും ഇതിനുള്ള ശിക്ഷ നീ അനുഭവിച്ചിരിക്കും, നീ മാത്രമല്ല നിന്നെ ഇതിനു വേണ്ടി പറഞ്ഞയച്ചവരും ഇതിൻ്റെ ശിക്ഷ അനുഭവിക്കുമെന്നും പറഞ്ഞ് ഈ സിദ്ധയായ അമ്മ ഒട്ടുവാലിൻ്റെ പിന്നാലെ തന്നെ പോകുന്നുണ്ട്. പക്ഷേ ഒട്ടുവാലിന് ഈ സിദ്ധയായ അമ്മയെ കാണാനൊന്നും പറ്റണില്ല. അങ്ങനെ ഒട്ടുവാല് ആ കുഞ്ഞിനെ കൊടുന്ന് തറയൊക്കെ എടുത്തിട്ട് തിരിഞ്ഞു പോയതും സിദ്ധയായ അമ്മ ആ മോളെ എടുക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ മഹാലക്ഷ്മി ആണെങ്കിൽ ആകെ ടെൻഷനോടുകൂടി ഓഫീസിലിരിക്കുകയാണ്. കണ്ണനോട് പറയുന്നുണ്ട്, കണ്ണേട്ട ലേഖേനെ വിളിച്ചിട്ട് ലേഖ ഫോൺ എടുക്കണില്ല, അനന്തുവേട്ടൻ്റെ ഫോണിൽ വിളിച്ചിട്ട് അനന്തുവേട്ടന് ഫോൺ എടുക്കണില്ല എന്ന് പറഞ്ഞതും കണ്ണൻ പറയുന്നുണ്ട്, എന്നാൽ നീ ഒരു പണി നിൻ്റെ കയ്യിൽ ജാനമ്മയുടെ നമ്പറില്ലേ, അവരുടെ ഫോണിലേക്കൊന്ന് വിളിക്കുമെന്ന് പറയുമ്പോൾ മഹാലക്ഷ്മി പറയുന്നുണ്ട്, ചിലപ്പോൾ അവർ ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിലോട്ട് പോയി കാണും കണ്ണേട്ടാന്ന് പറഞ്ഞതും, ഇല്ല നീ ഒന്ന് വിളിച്ചു നോക്ക്, വിളിക്കുമ്പോൾ അറിയാലോ എന്നും പറഞ്ഞ് അങ്ങനെ മഹാലക്ഷ്മിയാണ് ഈ ഫോണെടുത്ത് ജാനമ്മയുടെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട്. ആ സമയത്ത് ഈ ജാനമ്മയും ലേഖയും ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ജാനമ്മയുടെ ഫോൺ ബെല്ലടിക്കുന്നത്. സമയത്ത് പ്രതാപനാന്ന് കരുതി ജാനമ്മ പ്രതാപനെ മനസ്സിൽ ഒരുപാട് പ്രായിക്കൊണ്ട് വന്ന് ഫോണെടുത്ത് നോക്കിയതും മഹാലക്ഷ്മിയാന്ന് മനസ്സിലാവുന്നുണ്ട്. ആ സമയത്ത് ജാനമ്മ ലേഖയോട് പറയുന്നുണ്ട്, ലക്ഷ്മി മോളെ അല്ല മോളെ വിളിക്കണേന്ന് പറഞ്ഞത്, ഫോൺ എടുക്കണ്ട ജാനമ്മയെ, ഫോൺ എടുത്തിട്ട് എന്ത് പറയാനാന്ന് ചോദിച്ചതും, അല്ല ഫോൺ എടുത്തില്ലെങ്കിൽ മോൾ ഇങ്ങോട്ട് വരൂലേ, എന്തായാലും ഞാൻ ഫോൺ എടുത്ത് നോക്കാമെന്നും പറഞ്ഞ് ജാനമ്മ ഫോൺ എടുത്തതും മഹാലക്ഷ്മി, ഇത് ഞാൻ അമ്മേ, എൻ്റെ മോളെവിടെ, അമ്മ ഇപ്പോൾ എവിടെയാണ്, ലേഖയെ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്ത എന്താന്നൊക്കെ ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ ചോദിക്കുമ്പം അതിനൊന്നും മറുപടി പറയാൻ പറ്റാതെ ജാനമ്മയാണെങ്കിൽ ഇങ്ങനെ സ്തംഭിച്ച് നിൽക്കുന്ന ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. എന്തായാലും മഹാലക്ഷ്മിയുടെ കുഞ്ഞിന് ഒന്നും തന്നെ സംഭവിക്കില്ല. ആ സിദ്ധയായ അമ്മ മഹാലക്ഷ്മിയുടെ കുഞ്ഞിനെ തിരികെ കൊണ്ടുപോയി കൊടുക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ഇതിനെ ഉപദ്രവിക്കാൻ നിന്നവർക്കൊക്കെ നല്ല മുട്ടം പണി തന്നെ കൊടുക്കുന്ന എപ്പിസോഡാണ് ഇനി വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടൊക്കെ കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെക്കും ബൈ ബൈ.